ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്നൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഞങ്ങളുടെ ബിടെക് ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ കോളേജ് ലൈഫിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ ആണ്. സോ ഇന്നും കൂടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ് റൂമിലെ ഡേ ഇൻ മൈ ലൈഫ് കിട്ടത്തില്ല. സ്പെഷ്യൽ അല്ലേ? സോ എ ഡേ സ്റ്റാർട്ട്സ് വിത്ത് പള്ളി പോവുക, കുർബാന കാണുക, തിരിച്ച് വരിക, ഗായിനെ വിളിക്കുക. ഇതാണ് എൻ്റെ ഒരു റൊട്ടീൻ. അത് ഹോസ്റ്റലിൽ തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്, അപ്പോൾ അവിടെ പോയാൽ മതി. ജസ്റ്റ് താഴേക്ക് ഇറങ്ങുക, ലെഫ്റ്റ് തിരിയുക, പള്ളിയിൽ കയറുക, അത്രേ ഉള്ളൂ. ആൻഡ് ഇന്നലെ ഞങ്ങൾക്ക് ഫെയർവെല്ലായിരുന്നു, ലൈക്ക് ഹോസ്റ്റൽ ഫെയർവെല്ലായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇതേ അവിടെ ഒട്ടിച്ച് വെച്ചു. കുറച്ച് കാലമുള്ളെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ രസമല്ലേ. പിന്നെ ഇതാണ് എൻ്റെ ബോർഡ് ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റഡി ഏരിയ. പിന്നെ എൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ, എൻ്റെ വാച്ചസ്, എവറിത്തിങ്. ഇത് കുറച്ച് മെസ്സിയാണെന്ന് എനിക്കറിയാം, കാരണം ആവശ്യമുള്ളതൊക്കെ എനിക്ക് എൻ്റെ പെട്ടെന്ന് കിട്ടണം, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ബെഡ് റൂമൊക്കെ പിന്നെ കാണിച്ചു തരാവേ. പിന്നെന്താ, ഞങ്ങളിതേ ഒരു നൈസായിട്ടൊരു സെൽഫി എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. 7:30 ബ്രേക്ക്ഫാസ്റ്റ് വരും. പിന്നെ ഒരു 8:30, 9 വരെ നമുക്കത് കഴിക്കാം എപ്പോൾ വേണമെങ്കിലും. ആൻഡ് ഞങ്ങൾ 4th ഫ്ലോറിലാണ്, ഇത് താഴെ 0th ഫ്ലോറിലാണ്. പിന്നെന്താ, ഇന്ന് ദോശ, സാമ്പാർ, പിന്നെ ചട്നി ഒക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ചായ ഓർ കാപ്പി ഉണ്ടാവാറുണ്ട്. കാപ്പിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ബൈബിൾ വായിക്കുന്ന ഒരു ചെറിയ ശീലം കൂടെ എനിക്ക് ഇതിൽ കൂടെ ഉണ്ട്. അത് ഞാൻ ഇത്ര നേരം പിന്നെ റെഡിയാവുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുൻപ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. പിന്നെ ഇതാണ് ഞങ്ങൾ കയറിപ്പോകേണ്ട ആ ഒരു മല. കൃത്യം 9 മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങും. 9:15 കോളേജ് തുടങ്ങാമെന്നുണ്ടെങ്കിലും ഞങ്ങളൊരു 9 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ മെല്ലെ സംസാരിച്ച് നടന്ന് അവിടെ എത്തുമ്പോൾ 9:10 ആവാറുണ്ട്. ബാക്കി എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് കയറുന്ന മല എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാനും കയറി നടന്ന് എത്തുമ്പോൾ 9:10 ആവും. 2 മിനിറ്റ് ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും പ്രയർ ബെല്ല് തുടങ്ങും. അതൊരു വിഷയമല്ല. പിന്നെ ഹോസ്റ്റൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കോളേജ് ഞങ്ങൾക്ക് വേറൊരു ഗേറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് തന്നെയാണ് സിവിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്താണ്, ബാക്കിയുള്ളവർക്ക് അത് അത്ര അടുത്തല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് പിന്നെ ഗൈഡിനെ കാണാനുണ്ടായിരുന്നു പ്രോജക്റ്റിൻ്റെ. സോ ഗൈഡിനെ കാണാൻ വേണ്ടി മറ്റേ സ്റ്റാഫ് റൂമിൽ പോയി, പക്ഷേ ഗൈഡിനെ കാണാൻ പറ്റിയില്ല. എന്നാലും ഇതാണ് സ്റ്റാഫ് റൂം. പിന്നെ ഒന്നാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, വലിയധികം ആളൊന്നും വന്നിട്ടില്ല ആസ് എക്സ്പെക്റ്റഡ്. പിന്നെ ടീച്ചേഴ്സ് ഈ അസൈൻമെൻറ്റ് തരുന്നതിൽ വലിയ കുറവൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് ഡേ ആണ് ചില അസൈൻമെൻറ്റൊക്കെ ആദ്യമായിട്ട് ഉച്ചയ്ക്ക് സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണം, അതിൽ ഒരു മാറ്റമില്ല. ഞങ്ങൾക്ക് ആക്ച്വലി പണ്ടൊക്കെ ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കണം എന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രകൃതി വെച്ചിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും മനസ്സിലായില്ല. കാലങ്ങളായിട്ട് അങ്ങനെയാണ് പോയിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ സെനറ്റിൽ ഞങ്ങളൊരു 2nd ഇയർ 3rd ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ ബാച്ചിലുള്ള ഏഞ്ചൽ എന്ന് പറഞ്ഞ കൊച്ച് കയറിയിട്ട് അത്യാവശ്യം കുറച്ച് ഇഷ്യൂ ആയിട്ട്, സത്യം പറഞ്ഞാൽ വർഷാറിൻ്റെ കയ്യും കാലും പിടിച്ച് തിരുമേനിയുടെ അടുത്ത് വരെ പോയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം കാണുന്ന ഈ ഹോസ്റ്റൽ ഫുഡ് ഇവിടെ കോളേജിൽ സെർവ് ചെയ്തത്. ഇത് ഞാനും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇതറിയാതെ പോലോ ഇനി വരുന്ന തലമുറ. ആരെങ്കിലും എൻ്റെ വ്ളോഗ് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. സോ ഇന്നത്തെ ഫുഡ് എന്തായിരുന്നു? ചോറ് തന്നെ എല്ലാ ദിവസവും. അപ്പോൾ ചോറുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മീൻകറി ഉണ്ടാവാറുണ്ട്. മീൻകറി ഉണ്ടായിരുന്നു. ഇനി ഈ കാണുന്ന ഒരു പരിപ്പ് കൂട്ടാനാണ് സംഭവം. ഞാൻ തൃശ്ശൂരിനായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പരിപ്പിനോട് വലിയ താല്പര്യമില്ല, ഉള്ളത് അറിയാലോ. പക്ഷേ എനിക്ക് നോമ്പായ കാരണം വേറെ വഴിയില്ലായിരുന്നു, എന്നാലും ഞാൻ പരിപ്പെടുത്തില്ല. പിന്നെന്താ, പിന്നെ എല്ലാ ദിവസവും 2-3 തോരനൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസവും ഇവർക്ക് ബീട്രൂട്ടിനോട് എന്തോ ഒരു കൈവശമുള്ള കാരണം ഇന്നും ബീട്രൂട്ട് തോരനായിരുന്നു. പിന്നെ ഇതൊരു പാവയ്ക്കക്കറിയാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പാവയ്ക്കൊക്കെ നല്ല കഴിപ്പാണെങ്കിലും അതിലത്തെ മറ്റേ തൈരും സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അത് കൂട്ടി കഴിക്കാം എന്നൊരിതിൽ ഞാനത് ഓക്കെ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് ദിവസത്തെ കലാപരിപാടിയായിട്ട് തോന്നണ്ട, കാരണം ഇത് റോക്കറ്റ് വിടുന്ന സംഭവമാണെങ്കിലും ഇത് സാർ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാത്ത കാരണം ആരും സാറിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്, ഇതാണ് ഞങ്ങൾ വന്ന പിള്ളേർ. പിന്നെ കൃത്യം 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങും. ഒന്നും വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ. കൂടി വന്നാൽ ജയവയുടെ എന്തെങ്കിലുമാണ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ ഞാൻ 4:30 തന്നെ ഹോസ്റ്റലിൽ എത്താറുണ്ട്. പിന്നെന്താ, ഈ ഒരു മല ഇറങ്ങുക എന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല, ഇറങ്ങുന്നത് നല്ല സുഖമാണ്. അങ്ങനെ ഞാനും കൈയും മല ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് റോളുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് 7:30 കിട്ടും. 7:30 ഇന്ന് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എന്നാലും രാത്രിയിലെ ഫുഡൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമാണ്, ഉള്ളത് പറയാലോ. എന്തായിരുന്നു, മറ്റേ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു റൈസും പിന്നെ സോയാബീനും പിന്നെ സാലഡും. പിന്നെ അപൂർവങ്ങളായി ഞാൻ പഠിക്കാറുണ്ട്.
ആ പഠിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ അപൂർവങ്ങൾ എന്ന് പറയുന്നത് കാറ്റ് എക്സാമിൻ്റെ തലേദിവസവും സെം എക്സാമിൻ്റെ തലേദിവസവും നാളെ കേറ്റാണ്, അപ്പോൾ പഠിച്ചേ പറ്റൂ. അപ്പം അത്ര